ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പോൾ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഡിസിഷൻ എടുത്തിട്ടില്ല. അപ്പോൾ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം. ആദ്യ റൗണ്ട് ജിസേലും നമ്മുടെ നെവിനുമായിരുന്നു. ജിസേൽ പറഞ്ഞു, ഇത് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്, പിന്നെ ഇത് ഞാൻ ടാസ്ക് കളിച്ച് നേടിയെടുത്തതാണ്, എൻ്റെ കൈ മുറിഞ്ഞു, കാല് മുറിഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതൊക്കെ നമ്മുടെ ജിസേൽ പറഞ്ഞു. പെട്ടെന്ന് ഒരു 2-3 സെൻറ്റൻസ് പറഞ്ഞു നിർത്തി കേട്ടോ. 2.5 മിനിറ്റ് ഉണ്ടായിരുന്നതിൽ ഒരു 20 സെക്കൻഡിൽ പരിപാടി കഴിഞ്ഞു. പിന്നെ വെറുതെ നിന്നു. ആ സമയത്ത് നമ്മുടെ നെവിനാണ് പിന്നീട് അടുത്ത 2.5 മിനിറ്റ് നെവിൻ സംസാരിക്കുമ്പോൾ നെവിൻ ഭയങ്കര അടിപൊളിയായിട്ട് സംസാരിച്ചു കേട്ടോ. സൂപ്പറായിട്ട് സംസാരിച്ചു. ഭയങ്കര ഫണ്ണാണ് പൊതുവേ. നെവിൻ അങ്ങനെ ആരെയും ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ കണ്ടൊരു ക്വാളിറ്റി അതാണ് അയാളിൽ. ആരെയും വേദനിപ്പിക്കാതെ എന്നാൽ പറയേണ്ട കാര്യങ്ങൾ നൈസായിട്ട് പറയും. ചോര പൊടിഞ്ഞ കാര്യമൊക്കെ നമ്മുടെ ജിസേൽ പറഞ്ഞല്ലോ. അപ്പോൾ നെവിൻ പറഞ്ഞത്, ചോരക്കാട് ഞാൻ ഇറക്കൂല, എൻ്റെ ദേഹത്തുനിന്നും ചോര പൊടിഞ്ഞിട്ടുണ്ട്, ഇത് ചോര ചീന്തുന്ന പ്ലാറ്റ്ഫോം ആണെന്ന് അറിഞ്ഞ് തന്നെയാണ് ഞാൻ വന്നത്, പക്ഷെ ഞാൻ ഒരിക്കലും ചോരക്കാട് ഇറക്കില്ല, ഞാനൊരു കോറിയോഗ്രാഫർ ആയിരുന്നു, എൻ്റെ മുമ്പിലൂടെയാണ് ജിസേൽ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് എന്നെ കളിയാക്കിക്കൊണ്ട് നടന്നത്, എനിക്കും ആഗ്രഹം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിലുപരിയായിട്ട് അത് നല്ല ഫണ്ണായിരുന്നു കേട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിച്ചു. അതിനുശേഷം ശാരികയാണ് വന്നത്. ശാരിക സംസാരിക്കുന്നത് നമ്മുടെ ആദില നൂറയ്ക്കെതിരായിട്ടാണ്. ശാരിക ആസ് യൂഷ്വൽ അവരുടെ ആ ഒരു ഹോട്ട് സീറ്റിലിരുന്ന് സംസാരിക്കുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് സംസാരിച്ചു. ബാൻഡ് കെട്ടാതെ ഇവർ നടന്നു, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഡിസർവിങ് ആണ് എന്നെല്ലാം പറഞ്ഞിട്ട് സംസാരിച്ചു. അവരുടെ മറുപടിയും അത് അവർ പിന്നെ നന്നായിട്ട് തന്നെ ഞങ്ങളോട് പെർഫോം ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്, ഞങ്ങൾ ഗ്രൂപ്പിസം കളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദിലയും നൂറയും അവരുടെ മറുപടിയും പറഞ്ഞു. അതും അത്യാവശ്യം കൊള്ളായിരുന്നു. അടുത്ത നമ്മുടെ ആര്യനും അതുപോലെ സാബുവും തമ്മിലാണ്. സാബു ഓക്കെ കുഴപ്പമില്ലാതെയൊക്കെ സാബു പറഞ്ഞു. ആര്യനും ഓക്കെ അങ്ങനെ വാവ് ഫാക്ടർ ഒന്നുമില്ല. എനിക്ക് പക്ഷേ മൊത്തത്തിൽ നന്നായി സംസാരിച്ചു എന്ന് തോന്നിയത് നെവിനാണ്. അത് കഴിഞ്ഞ് ശാരിക അതുപോലെ തന്നെ നന്നായിട്ട് സംസാരിച്ചു എന്ന് തോന്നി. നെവിൻ കുറച്ചുകൂടെ ഫൺ ആയതുകൊണ്ട് രസമുണ്ടായിരുന്നു കേട്ടുകൊണ്ടിരിക്കാൻ. ശാരിക പോയിന്റ് കുറേ പോലെ സംസാരിച്ചു. ആദില നൂറ ഓക്കെ മറുപടിയായിരുന്നു. ബാക്കിയൊക്കെ ഇനി ഡിസൈഡ് ചെയ്യേണ്ടത് വീട്ടുകാരാണ്. അവരാര് വിൻ ചെയ്തു അല്ലെങ്കിൽ ആർക്കൊപ്പമാണെന്നുള്ളത് ഇപ്പോൾ ഡിസൈഡ് ചെയ്യും. ലിവിങ് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം. ലൈവ് കണ്ടവർ നിങ്ങളുടെ ഒപ്പീനിയൻ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ.